നമ്മുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. NIOS +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏത് കോഴ്സ് ആണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ +2 ചെയ്തതുപോലെയോ ഒന്നും അല്ല. ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. നമ്മള് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഈ 2 ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് നമ്മൾ ഡിഗ്രി കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. PG കോഴ്സ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ MA മലയാളം, MA സോഷ്യോളജി എന്നീ കോഴ്സുകളും, അതുപോലെ തന്നെ ഇഗ്നൌവിന്റെ അണ്ടറിൽ MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ് ക്രെഡിറ്റ് അക്യുമുലേറ്റ് ചെയ്യണമെന്നുണ്ട്. ഒരു ലേണർ ഇത്ര ക്രെഡിറ്റ് അക്യുമുലേറ്റ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സ്, ട്യൂഷൻ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ്, ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ, സ്ട്രീം 2ലേക്കുള്ള അഡ്മിഷൻസ്, ഇതെല്ലാം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികളാണ് +2 കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഗ്രി കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഡിഗ്രി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റി ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നത്. അപ്പൊ ആ ഒരു സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ മിസ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഡിഗ്രി കോഴ്സിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡിഗ്രി കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കുക, നമ്മുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ചില വിദ്യാർത്ഥികൾക്ക്, നമുക്കറിയാം NIOS +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏത് കോഴ്സ് ആണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഏതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമുള്ളത്, എളുപ്പത്തിൽ പാസ്സാകാനായിട്ട് സാധിക്കുന്ന ഏതാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത്, ഏത് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളൊക്കെയാണ് അംഗീകൃതമായിട്ടുള്ളത്, ഇതെല്ലാം നിങ്ങൾ